ഇടുക്കിയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു എന്ന വാർത്ത വരുന്നു. നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമം പാറയിൽ ശശിധരന്റെ വീടാണ് തകർന്നത്. വീടിന്റെ വയറിംഗ് കത്തി, അടുക്കള തകർന്നു. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ കുട്ടികളെ എടുത്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സന്ദീപ് രാജാക്കാട്, ആൾനാശമുണ്ടായില്ല, പക്ഷേ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടല്ലേ? വിജയപാർവതി, അത്തരത്തിൽ തന്നെയാണ്. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇടുക്കിയുടെ ഈ മലയോര മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട മഴ രേഖപ്പെടുത്തിയിരുന്നു. വേനൽ മഴ ശക്തമായി തന്നെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഇടിമിന്നൽ ശക്തമായി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഇടയിലാണ് ഈ പാറയിലെ പ്രകാശ് ഗ്രാമിലെ പാറയിലെ ശശിധരന്റെ വീട്ടിൽ ഇടിമിന്നൽ ഏൽക്കുന്നത്. ഈ വയറിംഗ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. മെയിൻ സ്വിച്ച് അടക്കം കത്തിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഷീറ്റ് അടക്കം പൊട്ടി തകർന്ന് താഴേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഈ ശശിധരന്റെ മരുമകളും 2 കുട്ടികളും വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വലിയ ശബ്ദം കേട്ട് ഇവർ കുട്ടികളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അടുത്തുള്ള ആളുകളടക്കം ഓടിയെത്തിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പോഴേക്കും ഈ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായി തകരുകയും ഒപ്പം തന്നെ വീട്ടുപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. വയറിംഗ് പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇടവിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അത്തരത്തിൽ തന്നെ ഇന്നും ഉച്ചയോടുകൂടി മഴ, ഇപ്പോഴും ഇടവിട്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് മലയോരത്തുള്ളത്. എന്തായിരുന്നാലും മഴയും ഇടിമിന്നലും ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇടുക്കി മലയോരത്തുള്ളത്. സുജിയ പാർവതി. ഓക്കെ, വിവരങ്ങൾ നൽകിയത് സന്ദീപ് രാജാക്കാടാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് എന്നുള്ളതാണ് നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. വേനൽ മഴയ്ക്കിടയിൽ ഉണ്ടാകുന്ന കെടുതികൾ അത് പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുകയാണ്.